ജയലളിതൻ്റെ ജാതകം ഞാൻ നോക്കിയിട്ടുണ്ട്. മദ്രാസ് കേരളത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് അവരെ അറിഞ്ഞിട്ടാണോ എനിക്കറിയില്ല, പ്രൈവറ്റാണോ വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ നോക്കിയത്. അത് കൊല്ലങ്ങൾ കുറേയായി. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ ആണെന്ന് തോന്നുന്നു. ഏറ്റവും സ്നേഹമുള്ളവരാണ് കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും. BJPയിലെല്ലാം വളരെയധികം അങ്ങനെയുള്ള VIPs എല്ലാം നമ്മൾക്ക് ബന്ധമുണ്ട്. ജ്യോതിഷം മാത്രമല്ല, ഇപ്പം എല്ലാ പേരെടുത്ത ആൾക്കാരും എനിക്കറിയാം. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നമുക്ക് ഏറ്റവും നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാർ MLA ആയിരിക്കും, മുഖ്യമന്ത്രി ആയിരിക്കും, പിന്നെ CPM സെക്രട്ടറി ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ പയ്യന്നൂർ വരാതെ ആരും പോവില്ല. ആദ്യമായിട്ട് 2011 അമിത്ഷായിട്ട് വന്നത്. കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നോക്കിയിട്ടാണോ ആരോ പറഞ്ഞിട്ടാണോ, അത് നമ്മുടെ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. മോദിനെ 2012 ഞാൻ കണ്ടത്. അത് അദ്ദേഹം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 12 അങ്ങനെ മുഖ്യമന്ത്രി അല്ല, ഇങ്ങോട്ട് വരുന്ന 16 ശേഷം. എൻ്റെ അച്ഛൻ്റെ അഞ്ചനാണ്, ഇളയച്ചനാണ് ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണൻ പണ്ഡിറ്റ് VPK പൊതുവാൾ. അദ്ദേഹം ലോകപ്രസിദ്ധനാണ്. എല്ലാ ജ്യോതിഷ വിഷയത്തിൽ അവാർഡുകൾ വാങ്ങിയതാണ്. ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തിനും പുരസ്കാരങ്ങളും ഇതെല്ലാം വാങ്ങി. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനമാണ് ജ്യോതിസദനം. ഈ ജ്യോതിസദനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആശ്രയം. ഞങ്ങൾക്കെല്ലാം ആശ്രയം തരുന്ന സഹോദരങ്ങളുടെ മക്കളും കുടുംബത്തിനും എല്ലാം തന്നെ VP കുഞ്ഞികൾ പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഞങ്ങളെല്ലാം കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹകരണം സഹായവും കൊണ്ടാണ് ഞങ്ങളെല്ലാം വാസ്തവത്തിൽ ഇന്ന് ഈ നിലയിലെത്തിയത്. അച്ഛൻ അഗ്രികൾച്ചർ ലൈനിലാണ്, അപ്പോൾ കൃഷി മുതൽ ആ ലൈനിലേക്ക് പോയി. എങ്കിലും നമുക്ക് അച്ഛൻ വലുതാണെങ്കിലും ഇളയച്ചനാണ് ഇതിൻ്റെ എല്ലാം ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആൾ. ഒരു കുടുംബം കൺട്രോൾ ചെയ്യും. ഇളയച്ചൻ്റെ ലാസ്റ്റ് വാക്കാണ് കുടുംബത്തിൽ. അങ്ങനെയാണ് കുടുംബത്തിൻ്റെ സ്നേഹം, മക്കള്, കുടുംബം, മരുമക്കള്, പിന്നെ സഹോദരങ്ങളുടെ മക്കള്, എല്ലാം സഹോദരങ്ങൾ, എല്ലാവരുടെയും ആശ്രയം. കാരണം അത്രയും സ്നേഹമാണ്. നമ്മൾ സ്നേഹവും വാക്കും, കാരണം അവരവരെ അധ്വാനിച്ചാലും അവരുടെ വാക്കിൽ നിന്നാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതം തന്നെ ഇവിടെ എത്താൻ കാരണം. അങ്ങനെ ആ സന്ദർഭത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു. എനിക്ക് പിന്നെ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും തരത്തിൽ അതിനിടയ്ക്ക് പോലീസിലോ മറ്റേതിലും പോകാനെന്നും പറഞ്ഞ് ഞാൻ പോയി. അതിലൊന്നും പരാജയപ്പെട്ട് വാസ്തവത്തിൽ പോയില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും തുറന്നു പറയുന്നതാണ്. പിന്നീട് ഞാൻ എന്നാ അലച്ചൻ പറഞ്ഞു, നീ ഇനി എവിടെയും പോകണ്ട, ഇവിടെ വന്ന് പഠിച്ചോ. 1972 73 അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ അവിടെ പഠിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് വീണ്ടും പോലെ എനിക്ക് കിട്ടേണ്ട അറിവുകൾ എനിക്ക് കിട്ടി. എൻ്റെ മറ്റൊരു ഗുരുനാഥനാണ് AK കൃഷ്ണ മാസ്റ്റർ. വലിയ സംസ്കൃത പണ്ഡിതൻ, എല്ലാം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹമാണ് എൻ്റെ സംസ്കൃത ഗുരു. VPK പൊതുവാളും അതേപോലെ ഈ ഗുരുനാഥനും എൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിലും അത്രയും ശ്രദ്ധയോടുകൂടെ എന്നെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വളരെ രാത്രിയായാലും പകലായാലും എപ്പോഴും തന്നെ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചവരാണ് അവർ. പറയാം, അദ്ദേഹത്തിൻ്റെ മകനാണ് നാരായണ പൊതുവാൾ. VPK പൊതുവാളുടെ മകൻ എൻ്റെ ഇളയച്ചനല്ലേ, നാരായണ പൊതുവാൾ. അദ്ദേഹം ഇവിടെ പ്രസിദ്ധനാണ്. അദ്ദേഹം കുറേ പുരസ്കാരങ്ങളും കുറേ അവാർഡുകളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതും ജ്യോതിസാധനത്തിൻ്റെ നായകനായിട്ടാണ്
നാരായട്ടൻ ഉള്ളത്. അതേപോലെ നാരായണൻ്റെ അനുജനുണ്ട് ജഗദീശൻ. അവരും ഈ ഗണിതത്തിനും എല്ലാം വളരെയധികം എക്സ്പേർട്ട്. ഇപ്പം ഗുരുവായൂർ പഞ്ചാംഗം, ബാക്കിയുള്ള പഞ്ചാംഗങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ നമ്മളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ പത്രങ്ങൾക്കും എല്ലാം കൊടുക്കും. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പഞ്ചാംഗമുണ്ട്, മാതൃഭൂമി പഞ്ചാംഗം, മറ്റ് പബ്ലിക് പ്രൈവറ്റ് ചില ജ്യോതിഷ പരിഷത്ത്, മറ്റിങ്ങനെയുള്ള ചില പഞ്ചാംഗങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ജ്യോതിഷത്തിന് പോകുന്നത്. പിന്നെ ഒരു അഞ്ചനും കൂടിയുണ്ട്, മാധവൻ, എൻ്റെ പേര്, വേറെ ഉള്ള അച്ഛൻ്റെ മോനാണ്. അദ്ദേഹവും അവിടെ ഏകദേശം ഞങ്ങൾ 4 ആൾക്കാർ ആയിരുന്നു ജ്യോതിഷത്തിലുള്ളത്. നാരായട്ടൻ്റെ കീഴിൽ ഞങ്ങൾ 3 ആൾ. അപ്പോൾ ഞങ്ങൾ ജ്യോതിഷത്തിനും എപ്പോഴും തന്നെ ഞങ്ങൾക്ക് ഒരു ബോർഡും വേണ്ട, പരസ്യവും വേണ്ട, ജ്യോതിസാധനം വിപ്പിക്കുമ്പോൾ ആ അഡ്രസ് തന്നെയാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും പോകുന്നത്. എവിടെയും ഒരു ബോർഡില്ല ഞങ്ങൾക്ക് വേണ്ടി ജ്യോതിഷം ജ്യോതിഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, MGR വന്നിട്ടില്ല. ജയലളിതന്റെ ജാതകം ഞാൻ നോക്കിയിട്ടുണ്ട്, മദ്രാസ് നാരോ കേരളത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് അവരെ അറിഞ്ഞിട്ടാണോ എനിക്കറിയില്ല, പ്രൈവറ്റാണോ വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ നോക്കിയത്. അത് കൊല്ലങ്ങൾ കുറേയായി. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ ആണെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്തൊരു നമ്മുടെ സിനിമ ആയിട്ട് രാഗിണി, പിന്നെ പത്മിനി, അംബിക ഇവരുള്ളേ, അങ്ങനെയുള്ള ആ ഒരു അമ്മയെ സരസ്വതി അമ്മ, ആ ഒരു കാലഘട്ടം ഞങ്ങൾ മദ്രാസിൽ പോയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവരെല്ലാം വളരെയധികം അടുത്ത ബന്ധങ്ങളായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഫീൽഡ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ ജലലിതയുടെ ജാതകം നോക്കിയിട്ട് കാര്യങ്ങളും അവരുടെ ആൾക്കാർ ഒരുപാട് പ്രായശ്ചിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അന്ന് ജാതകത്തിൽ നമ്മൾ ആ നിമിത്തം ഈ ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആതിരയുടെ ജാതകം ഞാൻ നോക്കിയാൽ ഇതിൻ്റെ ഫുൾ ഫലം അങ്ങ് വരെ പറയുന്നതല്ല. പക്ഷെ അവിടെ ഒരു ജ്യോതിഷക്കാരന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ലോകാത് ശാസ്ത്രമുഖാത് തഥാ ഗുരുമുഖാത് അന്യൻ നിമിത്താന്തരം 4 സ്റ്റേജിൽ വന്നാൽ മാത്രമേ നമുക്കൊരു ജാതകം, ഒരു പ്രശ്നം ഇത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ലോകം ഇപ്പം ഇതേ ശാസ്ത്രമാണ് അമേരിക്ക. അവിടെ പോയിട്ട് നമ്മൾ ഈ ഗ്രഹസ്ഥിതി വരച്ച് ഇതേപോലെ പറയാൻ പറ്റില്ല, ചില വ്യത്യാസങ്ങൾ വരില്ലേ. അതാണ് എവിടെയാണോ നമ്മൾ പോകുന്നത് ആ സ്ഥാനത്തിനനുസരിച്ച് ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ശാസ്ത്രം വിടാൻ പറ്റുക, അത് പഠിച്ചിരിക്കുക തന്നെ വേണം. ഗുരുമുഖ, നമ്മുടെ ഗുരുനാഥന്മാരെ നമുക്ക് തരുന്നൊരു ഉപദേശമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഗുരുനാഥനും രക്ഷിതാവും എല്ലാം തന്നെ എൻ്റെ ഇളച്ചനാണ്. അപ്പം ആ ഗുരുമുഖത്തിൽ നിന്ന് എനിക്ക് വേണ്ടുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അന്യം നിമിത്താന്തരം. നിമിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം ആതിര വരുന്ന ലക്ഷണം ഇവിടെ വന്നിട്ടിരുന്ന് അതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് നമ്മൾ പ്രശ്നത്തിന് വരുമ്പോൾ, അതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ 4 സ്റ്റേജിലാണ് നമ്മുടെ ഒബ്സർവേഷൻ ഭയങ്കരമായിട്ട് വേണം. നമ്മൾ എപ്പോഴും കണ്ണും കാതും നമ്മൾ ഇതിൽ തന്നെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരു ജ്യോതിഷം പറയാൻ ആയിപ്പോവില്ല. അത് ആ കാലം മറന്നുപോയി. അത് എത്രയോ കൊല്ലങ്ങളായില്ലേ. ഞാനിപ്പോ കൊല്ലങ്ങളായിട്ട് എത്രയോ ആൾക്കാരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും നമ്മൾ നിങ്ങൾ പേരെടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് മാത്രം പറയുന്നത്. ആ ക്ഷേത്രത്തിൽ അതെ വന്നിരുന്നു. അത് അവിടെ തൊഴുത് അത് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ വേറെയാണ്. അന്ന് അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പണിക്കറാണ് അദ്ദേഹം അവരെ ഇവിടത്തേക്ക് വരാനില്ല ഏർപ്പാട് ചെയ്തത്, ജോലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സാറിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. സുമേന്ദി പഠിക്കുന്ന ഇങ്ങോട്ട് ഇരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ സാറിന് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. പക്ഷെ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു മനസ്സുണ്ടല്ലോ. അതാണ് രാഷ്ട്രീയം. അതന്നെ, അതിന് രാഷ്ട്രീയമായിട്ട് ഓടലും പിടിക്കലും ഒന്നുമില്ല. അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. പാർട്ടി അല്ല, പാർട്ടി നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരാണ്. കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും.
BJP എല്ലാം വളരെയധികം അങ്ങനെയുള്ള VIPs എല്ലാം നമ്മൾക്ക് ബന്ധമുണ്ട്. ജ്യോതിഷം മാത്രമല്ല, ഇപ്പം എല്ലാ പേരെടുത്ത ആൾക്കാരും എനിക്കറിയാം. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നമുക്ക് ഏറ്റവും നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാർ MLA ആയിരിക്കും, മുഖ്യമന്ത്രി ആയിരിക്കും, പിന്നെ CPM സെക്രട്ടറി ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ പയ്യന്നൂർ വരാതെ ആരും പോവില്ല. പയ്യന്നൂരിൻ്റെ അങ്ങനെയാണ്. അവരെല്ലാം ചില സമയങ്ങൾ പയ്യന്നൂർ നമ്മുടെ ജ്യോതിസ്ഥാനത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് AKG മന്ദിരം. അവിടെ വരാണ്ട് പോവില്ല. അവിടെ നിന്ന് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാം അവിടെയും പോവും. അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പം BJPൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ പോകും. നമ്മളെല്ലാത്തിനും സഹകരിക്കുന്നവരാണ്. അവർക്ക് അതൊരു രാഷ്ട്രീയം ഉണ്ടാവല്ലേ? അതല്ലേ അതിലിപ്പം പറയോ? അത് നമ്മുടേതായിട്ടില്ല. അമിത്ഷാ വന്നത് 2011 ആദ്യമായിട്ട് 2011 അമിത്ഷായിട്ട് വന്നത്. കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നോക്കിയിട്ടാണോ ആരോ പറഞ്ഞിട്ടാണോ, അത് നമ്മുടെ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു ഗുജറാത്തില്. അവിടെ വരുന്ന അല്ല നമ്മുടെ ഇവിടെ ഇല്ലേ സുധാ മേനോൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മാതൃഭൂമിയിൽ എഴുതുന്ന സുധാ മേനോൻ ഞങ്ങളുടെ റിലേഷനാണ്. അവള് എൻ്റെ അളിയൻ അന്നേരം അവിടെ വിജയബാങ്ക് മാനേജറായിരുന്നു. അപ്പം സുധാ വിദ്യാഭ്യാസ അപ്പം അവരിങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. ആരോ സുധാ അന്വേഷിച്ച് ശ്രുതിയോട് അന്വേഷിച്ചിട്ട് എന്നിട്ടും പറഞ്ഞ എൻ്റെ പയ്യന്നൂർ പോകണം എന്നാളുണ്ട്. മാധവപ്പുറ എൻ്റെ ബ്രദർ കൂടിയാണ്. അങ്ങനെ വന്നിട്ടാണ് ഞങ്ങളെല്ലാം. ആദ്യത്തെ മീറ്റിംഗ് അവരുടെ ആൾക്കാരാണ് ആദ്യം വന്നത്. ഇവിടെ ആദ്യം വന്നിട്ട് വീട്ടിൽ വന്ന് അവർക്ക് ഞാൻ തിരക്കാം. എനിക്ക് അമിത്ഷായുടെ ആൾക്കാരാണോ അവിടുന്ന് ആരാ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എവിടുന്ന്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അവർ വന്നിട്ട് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യം. അതിപ്പോഴും അവരുടെ ശിഷ്യന്മാർ പറയും, ഗുരുജിയുടെ അടുത്ത് ഒരു 3 മണിക്കൂർ വെയിറ്റ് എനിക്ക്. അങ്ങനെ ഇവർ വന്നു. ഞാൻ ഒരാളുടെ പേരിൽ പ്രശ്നം, എനിക്ക് അമിത്ഷാ ഇതിന് എനിക്ക് വലിയ ഫേമസ് അല്ല ആ സമയത്ത്, എനിക്ക് അറിയില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രശ്നം വെച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അന്ന് അവർക്ക് ശരിയായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാനത് പറഞ്ഞ സന്ദർഭത്തിന് അദ്ദേഹം ആ സമയത്ത് ജയിലിലായിരുന്നു. അത് അങ്ങനെ അവർ വന്നത്. ആ ജയിലിൽ നിന്ന് ഇത്ര സമയത്ത് ഇന്ന സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെയാണ് പ്രത്യേകം. അത് അവർക്കും വന്നവർക്കും എല്ലാവർക്കും വളരെ ഷോക്കായി. ഇതായി ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം പിന്നെ അമിത്ഷാ എന്നെ കാണണം തോന്നുന്നു, പയ്യന്നൂർ വന്നു. അല്ലല്ല ഏത് അമിത്ഷാ 2011 വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വന്ന് അതിനൊക്കെ ഒത്തിരി മുമ്പായിരിക്കും. അല്ല അതിന്റെ കുറച്ച് ഇവര് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അത് പറയേണ്ട, അത് അതിലേക്ക് അറിയുന്ന തന്നെ. ആ സമയത്തൊരു വലിയ പ്രശ്നമല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് 1 മാസം മുമ്പേ 2 മാസം മുമ്പെയാണ് വരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഇറങ്ങിയല്ലോ. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് വേറെ ഇടം പോകാൻ പറ്റില്ല ആ സമയത്ത്. കേരളത്തിലും കർണാടകത്തിലും പിന്നെ മഹാരാഷ്ട്രയും പോവാം, മറ്റേ ഗുജറാത്ത് പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അങ്ങനെ നേരെ ഇവിടെ മാംഗ്ലൂർ എയർപോർട്ടിൽ വന്നു. ഞാൻ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ച് പിന്നീട് അദ്ദേഹം രാജരാജേശ്വരനെ തൊഴുത് ഞാൻ തന്നെയാണ് ഇതിലെ കൂടെ സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി രാജരാജേശ്വരനും പയ്യന്നൂർ സുബ്രഹ്മണ്യം ഞങ്ങളുടെ ഉപാസന കുല ഗുരുവാണ് സുബ്രഹ്മണ്യസ്വാമി. അതുപോലെ രാജരാജേശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കളിപ്പറമ്പ് രാജരാജേശ്വരൻ, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി. സ്പെഷ്യൽ പൂജയുണ്ട് അവിടെ. സുബ്രഹ്മണ്യസ്വാമിക്ക് രാജരാജേശ്വരൻ സ്വർണ്ണക്കുടം വെച്ചിട്ടുള്ളതാണ്. അത് വലിയ ചിലവൊന്നും ഒരു 1000 രൂപയുടെ ഉള്ളിൽ വരുള്ളൂ. അത് സ്വർണ്ണക്കുടത്തിൽ അത് നെയ്യ് വിശുദ്ധത്തോടുകൂടെ അവരെന്തെങ്കിലും പ്രാർത്ഥന ചെയ്തിട്ട് അതെടുത്തിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് അതും എടുത്ത് ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ നിന്ന് ഭഗവാന്റെ മുമ്പിൽ വെക്കുന്ന വഴിപാടാണ്
സ്വർണ്ണക്കുടം വെച്ച് തൊഴല്. അതാണ് ഏറ്റവും വലിയ പ്രധാന വഴിപാട്. ആണല്ലേ. അവർ പയ്യന്നൂർ സുബ്രഹ്മണ്യക്ക് വേലായുധനാണ്. വേല് വെച്ച് തൊഴല്, നെയ്യമർദ്ദം. ഇതിലാണ് നമ്മുടെ വഴിപാടുകൾ. അപ്പം അതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പർക്ക് സമയം കിട്ടുമ്പം വരും. എനിക്കിത് കേരളത്തിൽ വരുമ്പോ ഇവിടെ വന്നിട്ടേ പോകാം. അതിലേ പോലും അല്ല, ഇപ്പം അതിനുശേഷം മൂപ്പർ ഇതെല്ലാം വന്നല്ലോ. തിരുവനന്തപുരം വന്ന് പോകുന്നത് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് എങ്ങനെ വരുന്നുണ്ട്, എങ്ങനെ എന്നെ അനുകൂലിക്കാൻ വന്നിരുന്നു. ഞാൻ പോയിരുന്നു. ഞാൻ രണ്ടാൾ പോയി. മൂപ്പർ സ്വീകരിച്ചു, തൊഴുതു, പൊന്നുകൂട്ടം വെച്ച് തൊഴുതു, മൂപ്പർ പോയി. പിന്നീട് ആ ഒരു സമയത്താണല്ലോ ഈ ജാതകം നോക്കുന്നതൊക്കെ. അല്ല, ആ സമയത്ത് ജാതകം നോക്കാൻ പറ്റില്ല. അല്ല അതല്ല, ആദ്യം പ്രശ്നം വെച്ചു ജാതകം നോക്കിയതൊക്കെ. പിന്നീട് അതിന്റെ പിന്നീട് ചില സന്ദർഭങ്ങളില് ഇവർക്ക് ട്രിക്കി ആയിട്ടുള്ള ചില കാര്യങ്ങൾ അന്നേരം ചിലപ്പോൾ സമയം ഇതെല്ലാം നോക്കും. സമയകാലങ്ങൾ നിർണ്ണയിക്കണമല്ലോ. ഇലക്ഷൻ വരുക അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ചില സന്ദർഭത്തിൽ വിളിക്കും. അവരുടെ ആൾക്കാർ വിളിക്കും, അത് ചോദിക്കും. ഇല്ല, ഞാൻ ഡൽഹിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഞാൻ പോയാലും ഞാൻ വിളിക്കും. നമുക്ക് അവിടെ എല്ലാ സൗകര്യവും സാധനം ചെയ്യും. പക്ഷെ അല്ല, അങ്ങനെ എല്ലാവരും ആയിട്ട് നമ്മൾക്ക് ബന്ധങ്ങളാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, ജഡ്ജിമാരായിക്കോട്ടെ, വക്കീലന്മാരായിക്കോട്ടെ, എല്ലാം ഡൽഹിയിലായിട്ട് കൂടുതൽ കണക്ഷൻ എനിക്കുണ്ട്. ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നത്. മോദിനെ 2012 ഞാൻ കണ്ടത്. അത് അദ്ദേഹം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 12 അങ്ങനെ മുഖ്യമന്ത്രി അല്ല, ഇങ്ങോട്ട് വരുന്ന 16 ശേഷമല്ലേ. അതൊരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് അവിടെ. ആ ചീഫ് മിനിസ്റ്റർ ആയ സമയത്താണ് ഞാൻ പോയി. ആ സന്ദർഭത്തിലാണ്. കൊല്ലം എനിക്ക് ഓർമ്മയില്ല, വയസ്സായില്ലേ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഞാൻ ഒരു 15 മിനിറ്റ് സമയം അവരുടെ ആൾക്കാർ വിളിച്ചു വന്നിട്ടൊന്ന് 15 മിനിറ്റ് കാണണമെന്നു പോയി. 15 മിനിറ്റ് എല്ലാം സമയം തന്നത്, 1 മണിക്കൂർ സമയം തന്നു. അതിന് ആൾക്കാരും തിരക്കുള്ളതല്ലേ. അപ്പം നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെല്ലാം സംസാരിച്ചു. കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചില സമയത്ത് സംസാരിച്ചിട്ടുണ്ടാവില്ലേ, ഉണ്ടാകത്തില്ല. എങ്കിലും അദ്ദേഹത്തിന് ചക്രവർത്തി യോഗം, പിന്നെ പൂർണ്ണ ചക്രവർത്തി യോഗമാണ് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആ ചക്രവർത്തി യോഗമാണ് നമ്മളിന്ന് കണ്ടത്. അതിനെ അറിയാമായിരുന്നു. ഭാഗ്യമാണ് ഇതൊക്കെ അറിയാൻ പറ്റുക. പിന്നെ എനിക്ക് ഏറ്റവും കണക്ഷനുള്ള അദാനിയായിട്ടാണ് അല്ലേ. അദാനി സാറ് ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ സഹോദരനായിരുന്നില്ല ആദ്യം, രാജേഷ്. അല്ലല്ല, ആദ്യം വന്നത് ഗൗതം അദാനിയാണ്. അതെ, അതിനുശേഷമാണ് രാജേഷ് അദാനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇത് വലിയ കൊറോണക്ക് മുമ്പല്ലേ വന്നത്. ആദ്യം മുമ്പ് തന്നെ. അതെ അതെ. ഞാൻ ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാനുള്ള സ്ഥലത്തേക്ക് വന്നു. ഒരു സ്ഥലത്ത് വന്നു, അങ്ങനെ സംസാരിച്ചു. ഞാൻ ഇന്ന് ഇവിടെ വരണം, തയ്യന്നൂർ വന്നിട്ട് നമുക്ക് രാജരാജേശ്വരനെ തൊഴി സുബ്രഹ്മണ്യം തൊഴണമെന്ന് പറഞ്ഞു. അത് ഫ്രീ ആയിട്ടൊരു ദിവസം ചാർട്ടർ ഫ്ലൈറ്റ് വന്നു, ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് നമ്മളെ അതിഥിയാണ് വന്നു. ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അദ്ദേഹത്തിന് സ്വന്തം ഫ്ലൈറ്റല്ലേ. ഇത് തന്നെയാണ്. ഈ 2021 തോന്നുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിനെ അദാനി വന്ന് സീക്രട്ട് ആയിട്ട് കണ്ടു എന്നുള്ളത്. ഇത് ശരിക്കും സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിക്കും അതൊന്ന് മാറ്റിയത്. ഇതുപോലെ തന്നെ ഇപ്പൊ ഗോവിന്ദ് മാഷിന്റെ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണ് മാറ്റിയത്. അതൊന്ന് പറയുമോ? അന്ന് ആ സന്ദർഭത്തില് മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കണ്ണൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്തോ സാധാരണ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പ്രോഗ്രാമിൽ വരുമല്ലേ. ആ സന്ദർഭത്തിൽ അതേ ദിവസമാണ് ഈ അദാനി സാർ അവിടുന്ന് വരുന്നത്.
അപ്പം അവരും രണ്ടാളും കാണാനും ഒന്നിനും ഒരു ചാൻസും ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ എന്തോ അദാനി വരുന്നത് എയർപോർട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അത് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ജ്യോതിഷക്കാരനായ മാധവ് പൊതുവാളാണ് ഇവരെ തമ്മിൽ എന്തോ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ അദാനി മുഖ്യമന്ത്രി അദാനിക്കും കേരളത്തിൽ വീണ്ടും മനസ്സൗകര്യം ചെയ്തതിൻ്റെ രൂപത്തിലാണ് ഒരു ഇഷ്യൂ വന്നത്. ഇപ്പം മുഖ്യമന്ത്രി എവിടെ? മുഖ്യമന്ത്രി ഞാൻ കാണുന്നേ ഇല്ല. അദാനി വന്നു. അദാനി ഞാൻ തന്നെയാണ് അദാനി എൻ്റെ മകളെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്നത് എയർപോർട്ടിൽ നിന്ന്. രണ്ടാമത് പോകണ്ടപ്പോൾ ഞാനും പോയി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലല്ലോ അവരെ കാണാൻ. അത് അവനൊരു വലിയ ഇത് വന്നു. ഞാൻ അത് ആരാണെന്ന് എനിക്കറിയില്ല. ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കന്മാർ, കോൺഗ്രസ്സിലെ ഭരണകർത്താക്കന്മാരാണ് അത് ദേശമെന്ന് ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാക്കിയത്. അപ്പം അതിനെ പറ്റി ഞാനൊന്നും ഇത് പറയുന്നില്ല. അങ്ങനെ അതൊരു ഇഷ്യമായി. പിന്നെ ആ സമയത്താണ് വലിയൊരു ഇഷ്യൂ. ഞാൻ കോവിഡും അത് കഴിഞ്ഞപാട് എനിക്ക് കോവിഡ് വന്നു. കോവിഡ് സമയത്തിന് മുമ്പേ എല്ലാം കഷ്ടകാല സമയമായിരുന്നു. എനിക്ക് കഷ്ടമൊന്നുമില്ല. എൻ്റെ അടുത്ത് എല്ലാവരും വരുന്നുണ്ട്. ഞാൻ എൻ്റെ പൂരം നക്ഷത്രമാണ്. നക്ഷത്രത്തിൽ എൻ്റെ ഇളയച്ചൻ പറഞ്ഞ് പുരുഷോത്തമനാകും, ഏറ്റവും നല്ല നിലയിൽ വരും. എനിക്ക് വിദ്യാഭ്യാസം സാമ്പത്തികമായ എല്ലാ തരത്തിലും ഈശ്വരൻ നല്ലൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ടാകും. ആ അനുഗ്രഹം എനിക്ക് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.